ഇന്ന് നമ്മൾ ഈ രണ്ട് ഡിസൈനിൽ വരുന്ന, അതായത് ഒരു കളറും രണ്ട് ഡിസൈനിൽ വരുന്ന ഈ ഒരു ക്ലോത്ത് വെച്ച് ഒരു അടിപൊളി ട്രെൻഡി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. തമ്മിൽ കാണിച്ച പോലെ തന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ടോപ്പും പാൻറ്റും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഫ്ലവേഴ്സ് വരുന്ന ക്ലോത്ത് കൊണ്ട് ടോപ്പും ഒരു ലൈൻ വരുന്ന ക്ലോത്ത് കൊണ്ട് പാൻറ്റും സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മീറ്റർ ക്ലോത്ത് ഞാൻ ആ ഫ്ലവർ വരുന്ന ക്ലോത്ത് 3 മീറ്ററും പാൻറ്റിന് വേണ്ടിയിട്ട് 2.25 മീറ്ററാണ് ഞാൻ ക്ലോത്ത് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഞാൻ നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഒരു എന്തെങ്കിലും മോഡൽ വെച്ച് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കലാപരിപാടി ഈ 2 ക്ലോത്ത് വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഡ്രസ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു പ്രിൻറ്റ് ക്ലോത്ത് ആദ്യം ഒന്ന് ഇതുപോലെ ഈ ഒരു ഫ്ലവർ വരുന്ന പ്രിൻറ്റ് വരുന്ന ക്ലോത്ത് ആദ്യം ഇതുപോലെ ഒന്ന് 4 മടക്കിയിട്ട് ഇതുപോലെ നേർത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് 3 മീറ്റർ ക്ലോത്ത് ആയതുകൊണ്ട് ഇങ്ങനെ 4 മടക്കിയിട്ടിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ ടോപ്പിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ അളവുകളൊക്കെ കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ താഴെ നിന്നാണ് ഞാൻ ലെങ്ത്ത് എന്നെടുക്കുന്നത്. ടോപ്പിൻ്റെ ലെങ്ത്ത് 46 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അതിലേക്ക് 2 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതിവിടുന്ന് താഴെ നിന്ന് മുകളിലേക്കായിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് വരുന്നത് നമുക്ക് സ്ലീവ്സിനോ അതിനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുവരെ ഇങ്ങനെ ലെങ്ത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുണ്ട് മുകളിലേക്ക് വരുന്ന ആ പീസിൽ നമുക്ക് സ്ലീവ്സും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 1.5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതേ സെയിം ലെങ്ത്ത് തന്നെ താഴേക്ക് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ചിന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ്. അതിലേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 15.5 ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി മുകളിൽ നിന്ന് ഹിപ്പിൻ്റെ ലെങ്ത്ത് 22 ഇഞ്ചാണ്. അതിലേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 22.5 ഇഞ്ചും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 3 അളവുകൾ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കൈക്കുയ്ക്ക് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ചെസ്റ്റ് 44ആണ്. അപ്പോൾ അതിനെ 4 ഭാഗമാക്കുമ്പോൾ നമുക്ക് 11 കിട്ടും. 11-ന് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 40ആണ്. അപ്പോൾ അതിനെ നമുക്ക് 4 ഭാഗമാക്കുമ്പോൾ 10ഉം അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹിപ്പിൻ്റെ ഭാഗം നമുക്ക് 50 ഇഞ്ചാണ് അളവ് വരുന്നത്. അപ്പോൾ അതിനെ 12.5 ഇഞ്ച് 4 ഭാഗമാക്കുമ്പോൾ 12.5 ഇഞ്ചും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. ഇതാണ് ആദ്യം വരക്കുന്നത്. ഈ ഒരു വരകളാണ് നമുക്ക് നമ്മുടെ കറക്റ്റ് അളവ്. ഇത് നമുക്ക് തയ്യലിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുത്ത അളവാണ് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് കൈക്കുഴി കൂടി വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് കൈകൂടും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി താഴെയുള്ള അളവ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ വെച്ചെടുക്കുന്നില്ല. ഇങ്ങനെ ലൈൻ കുർത്തിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തതെന്ന്. അപ്പോൾ അതിങ്ങനെ താഴേക്ക് ഇതുപോലെ ഇങ്ങനെ ഈ ക്ലോത്തിൻ്റെ വീതി കറക്റ്റായിട്ട് ആ കിട്ടുന്ന വീതി ഞാൻ എടുക്കുന്നുണ്ട് താഴേക്ക്. അപ്പോൾ ആ ഹിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ ഈ എൻ്റെ ഭാഗത്ത് ഒന്ന് മുകളിലേക്കായിട്ട് ഒരു 2 ഇഞ്ച് മുകളിലേക്കായിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടേക്ക് ഇങ്ങനെ ഒന്ന് നമ്മുടെ ടോപ്പ് ഇങ്ങനെ 2 സൈഡിലേക്ക് തൂങ്ങി അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു നമ്മളിപ്പോൾ ഈ വരച്ച ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി മുകളിൽ വരുന്ന ആ ഒരു ബാക്കിയുള്ള ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് സ്ലീവ്സും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. സ്ലീവ്സിൻ്റെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ എത്രയാണോ ലെങ്ത്ത് അത് 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. മടക്കി തയ്ക്കാൻ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ചും നമുക്ക് സ്ലീവ് അവിടെ കൈക്കുയുടെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചുമായിട്ട് 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇവിടെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം ഇവിടെ 12 ഇഞ്ചാണ് നമുക്ക് റൗണ്ട് ഉള്ളത്. അതിനെ 2 ഭാഗമാക്കിയിട്ട് 6 ഇഞ്ചും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് കൈക്കുഴി വരച്ചു കൊടുക്കാം. അത് നമുക്ക് എത്രയാണ് നമ്മൾ അളവ് ആ ഒരു അളവ് ഇവിടെ തയ്യൽ തുമ്പുമായിട്ടുള്ള അളവുണ്ടല്ലോ നമ്മൾ ടോപ്പിൽ കട്ട് ചെയ്ത് ആ അളവിടേക്ക് ഒന്ന് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് ഇങ്ങോട്ട് വരുന്ന അടയാളപ്പെടുത്തിയിട്ട് ആ മുകളിൽ നിന്ന് ആ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇതുപോലൊന്ന് ചരിച്ചൊന്ന് വരച്ചിട്ട് നമുക്കൊന്ന് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ ഏകദേശം ഈ ഒരു അളവ് വരെ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് ഇങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇനി ഇവിടെ കൂട്ടി യോജിപ്പിച്ച് വരക്കുക. ഈ കൈക്കൂടെ ഈ ഭാഗത്തുനിന്ന് സ്ലീവ് റൗണ്ടിലേക്ക്
ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സ്ലീവിൽ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും വെച്ചെടുക്കുന്നില്ല. സിമ്പിളായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇവിടെ നിന്ന് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സെൻറ്റർ ഭാഗം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ലീവും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ക്ലോത്തിൽ നിന്ന് നെക്കും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതങ്ങനെ ക്ലോത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് ആദ്യം ഫ്രണ്ട് നെക്ക് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. 3.5 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ വിടുത്ത്, ഷോൾഡർ ഭാഗത്ത് വരുന്ന വിടുത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ലെങ്ത്ത് വേണ്ടത് 6 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പുടി കൂട്ടി 6.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗം ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുക്കാം. എനിക്ക് റൗണ്ട് ഷേപ്പാണ് ഞാൻ അധികം ഉപയോഗിക്കാറ്. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ നെക്ക്. ഇനി നമുക്ക് അപ്പുറ സൈഡിലും കൂടി ഒന്ന് പതിഞ്ഞ് കിട്ടണം നെക്കിൻ്റെ ഈ ഒരു ഡിസൈന്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് മറിച്ച് കറക്റ്റ് സെൻറ്റർ ഭാഗം മടക്കിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ തട്ടി കൊടുത്താൽ നമ്മുടെ ആ റൗണ്ട് ഭാഗം ഇവിടേക്കും നമുക്ക് പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഫ്രണ്ട് നെക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബാക്ക് നെക്കും കൂടി ഈ ഒരു ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത്, അതായത് ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള വിഡ്ത്ത് സെയിം ആയിരിക്കും. ലെങ്ത്ത് നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് ഇവിടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. തയ്ച്ച് വരുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പൊക്കെ കഴിഞ്ഞിട്ട് 3.5 ഇഞ്ച് കിട്ടും. അപ്പോൾ അതും നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്ത് നമ്മുടെ നെക്കൊക്കെ ഒന്ന് സെറ്റായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് നല്ല ഭാഗം കാണുന്നത് പോലെ ഒന്ന് നിവർത്തി വെക്കാം. എന്നിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് രണ്ടാക്കി കറക്റ്റാക്കി പിടിച്ച് മടക്കിയിട്ട് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യണം. നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നെക്കിന് വരച്ച് വെച്ചത് ഈ ഒരു ക്ലോത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. സെൻറ്റർ ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ നെക്കിന് റൗണ്ട് ഷേപ്പിൽ തയ്ക്കണം. അതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു 3 സൈഡും ഒന്ന് ഉള്ളിലേക്ക് മടക്കി തയ്ക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നെക്കിൻ്റെ അതേ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെയായിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് കൊടുത്താൽ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് സെറ്റായി കിട്ടും. ഇതുപോലെ റെഡിയായി കിട്ടും കേട്ടോ. നെക്കിന് നമുക്ക് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്ത് അറിയാവുന്നവരായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് ഈ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് നെക്കും ചെയ്യാം. ആദ്യം ഈ ഒരു ക്ലോത്തിന് 3 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആ റൗണ്ട് ഷേപ്പിലൊന്ന് ആ ക്ലോത്തുമായിട്ടും ആ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഉള്ളിലൂടെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഉള്ളിലേക്ക് ചീത്ത ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു ക്ലോത്ത് മറിച്ച് തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഷോൾഡർ ഒന്ന് നമ്മുടെ ഫ്രണ്ടിനൊക്കും ബാക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസുമായിട്ടുള്ള ഷോൾഡറും കൂടി ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കുക. വൃത്തിയായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഈ ബാക്കിനൊക്കെ വരച്ച ആ ഒരു ക്ലോത്ത്, സ്റ്റിച്ച് ചെയ്ത ക്ലോത്ത് ഇതുപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ 2 ക്ലോത്തിൻ്റെയും നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ മറിച്ച് കൊടുത്ത ഈ ഒരു തുണി ഇങ്ങോട്ട് തന്നെ കറക്റ്റായിട്ട് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ തന്നെ നമുക്ക് മറിച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച്, 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ആ ഒരു ക്ലോത്ത് ഉള്ളിലേക്ക് മറിച്ച് തയ്ച്ചാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഷോൾഡർ കൂട്ടുന്ന ഭാഗം വൃത്തിയായിട്ട് കിട്ടും. നമുക്ക് ഉള്ളിലൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച സ്ലീവ്സും കൂടി ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലോത്ത് എങ്ങനെയാണ് നമുക്ക് സ്ലീവ്സ് നിൽക്കേണ്ടത്, അതായത് ഈ ഒരു നമ്മുടെ ഷോൾഡർ കൂട്ടിയ ഭാഗത്താണ് നമ്മുടെ സ്ലീവ്സ് നമ്മൾ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്തേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ്സ് നമുക്ക് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ സെൻറ്റർ ഭാഗങ്ങൾ രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് ആദ്യം നമുക്ക് സെൻറ്റർ ഭാഗത്തു നിന്ന് ഒരു സൈഡിലേക്ക് തയ്ച്ചു കൊടുത്തിട്ട് വീണ്ടും സെൻറ്റർ ഭാഗത്ത് തന്നെ നമുക്ക് എടുത്തിട്ട് ഇപ്പുറ സൈഡിലേക്കൊന്ന് തയ്ച്ച് ഇതുപോലെ മറിച്ച് കൊടുത്താൽ നമ്മുടെ സ്ലീവ്സും നമുക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കാം. അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡ് ഭാഗം, അതായത് സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗം ഈ ഒരു ഭാഗം നമുക്ക് ഉള്ളിലേക്ക്
ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക. മടക്കി തയ്ച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചതിന് ശേഷം ഒന്ന് നമുക്ക് ചീത്ത ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ കൊടുത്ത് നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ലീവ്സ് നമ്മുടെ ടോപ്പിൽ 2 സ്ലീവ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴ്ഭാഗം നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെ ഭാഗത ഒരു 1/2 ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചതിന് ശേഷം 2 സൈഡും നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് ഭാഗത്ത് നിന്ന് നമ്മുടെ ടോപ്പിൻ്റെ ബോഡി 2 സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം വരെ നമ്മുടെ ടോപ്പിൻ്റെ എൻഡ് ഭാഗം വരെ 1 ഇഞ്ച് വീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ഭാഗം ഇവിടെ മടക്കി തയ്ച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് നമ്മൾ മെഷർമെൻറ്റൊക്കെ ഇതിൽ അടയാളപ്പെടുത്തി ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നല്ല ഭാഗത്തേക്കൊന്ന് മറിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിൻ്റ് ക്ലോത്തിൽ ഈ ഒരു ഫ്ലവർ വരുന്ന ഈ ഒരു ക്ലോത്തിൽ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനായിട്ട് വരുന്ന ആ ഒരു ക്ലോത്തിലാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു സ്ട്രഗായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ 4 ആക്കി തന്നെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ പാൻറ്റിന് വാങ്ങിയിട്ട് ക്ലോത്ത് ആയതുകൊണ്ട് 2-2.5 മീറ്ററേ ഉള്ളൂ. അപ്പോൾ സ്ലീവും നമ്മുടെ മറ്റേ ക്ലോത്തിൽ ചെയ്തത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഒരു ക്ലോത്തിൽ തന്നെ സ്ലീവ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. നമ്മുടെ ഈ ലൈൻ വരുന്ന ക്ലോത്തിൽ മേലെ വരുന്ന ഓവർകോട്ടിലാണ് സ്ലീവ് ചെയ്യണതെങ്കിലായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ നമുക്ക് സെയിം അളവ് തന്നെയാണ് നമ്മൾ മറ്റേ ടോപ്പിന് ചെയ്തെടുത്ത അതേ അളവ് തന്നെയാണ് ഇവിടെ ഈ ഒരു ലെങ്ത്ത് ഇതിന് ടോപ്പിനും കൊടുക്കുന്നത്. അപ്പോൾ 48 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഈ ഒരു ലൈനായിട്ട് വരുന്ന ക്ലോത്ത് ഞാൻ ആദ്യം ഈ 46 ഇഞ്ചാണ് നമ്മുടെ ടോപ്പ്. അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അതിൽ നിന്ന് ആ 48 ഇഞ്ചിൽ നിന്ന് ഒരു 10 ഇഞ്ച് കുറച്ചിട്ട് 38 ഇഞ്ചാണ് താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി വരച്ചു കൊടുക്കുന്നത് കേട്ടോ. 10 ഇഞ്ച് കുറച്ചിട്ടുണ്ട്. അതായത് നമുക്ക് 48 ഇഞ്ചാണ് നമ്മുടെ തയ്യൽ തുമ്പ് അടക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് 10 ഇഞ്ച് കുറച്ചിട്ട് ആ ഒരളവ് മുകളിലേക്ക് താഴെ നിന്ന് മുകളിലേക്ക് അടയാളപ്പെടുത്തി ആ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് മുകളിൽ ബാക്കി വരുന്ന ഈ ഒരു ക്ലോത്തിൽ നിന്നാണ് നമുക്ക് യോക്ക് പാട്ടിനായിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ താഴേക്കുള്ള ഭാഗം താഴേക്ക് ലൈൻ വരുന്ന രീതിയിലും മുകളിലേക്ക് യോക്ക് പാട്ട് വീതിയിൽ ലൈൻ വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഫ്രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ബാക്ക് ഭാഗം കട്ട് ചെയ്യാം, യോക്ക് ഭാഗം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇവിടെ 1.5 ഇഞ്ച് വീതിയിൽ ഈ ഒരു സ്കെയിൽ 1.5 ഇഞ്ച് വീതിയാണുള്ളത്. ആ ഒരു വീതിയിൽ ഞാനൊന്നൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യണം അളവുകളൊക്കെ കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം ലെങ്ത്ത് നമ്മുടെ 10 ഇഞ്ചാണല്ലോ നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് നിന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു 10 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മെഷർമെൻറ്റൊക്കെ ആ ഒരു അളവിൽ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ആദ്യം 46 ഇഞ്ചിൽ 48 ഇഞ്ചാണ്. 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ തയ്യൽ തുമ്പൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ആദ്യം വരച്ച 1.5 ഇഞ്ച് ലൈനില്ലേ അവിടെ നിന്ന് വേണം, ആ ഒരു ലൈനിൽ നിന്ന് വേണം നമുക്ക് നമ്മുടെ അളവുകളൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ലൈനിൽ നിന്ന് 7 ഇഞ്ച് ഷോൾഡറും താഴേക്ക് കൈക്കുഴിക്ക് വേണ്ടി 7 ഇഞ്ചും അടയാളപ്പെടുത്തുന്നുണ്ട്. അതിന് ഈ ഭാഗത്ത് കൈക്കുടെ ഭാഗത്ത് നമ്മൾ മറ്റേ ക്ലോത്തിൽ ചെയ്ത പോലെ തന്നെ ചെസ്റ്റ് 44 ഇഞ്ചാണ്. അതിനെ 4 ഭാഗത്തേക്ക് 11 ഇഞ്ചും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ വരച്ചതിന് ശേഷം നമുക്ക് കൈക്കൂയും കൂടി വരച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അളവുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലൈനിൽ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗം നമുക്ക് മടക്കി ബട്ടൺസ് വെച്ച് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ അളവുകൾ കൊടുക്കുന്നുണ്ട്. ഇതേ സെയിം അളവ് നമ്മൾ ചെസ്റ്റിന് കൊടുത്ത അളവ് തന്നെയാണ് താഴെ ഇവിടെയും കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ വരച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ വരച്ചു കൊടുത്ത ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മെഷർമെൻറ്റുകളൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗം കൂടി ഇങ്ങനെ വീതിയിൽ തന്നെ ഈ ലൈൻ ഇങ്ങനെ ഈ ഒരു വീതിയിൽ വരുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് 10 ഇഞ്ച് വീതിയിൽ ഞാൻ ബാക്ക് പീസിന് വേണ്ടിയിട്ട് ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ട് പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ 1.5 ഇഞ്ച് വീതിയിലുള്ള ആ ഒരു ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ആണ് നമ്മളിവിടെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുന്നത്. വെച്ചിട്ട് നമുക്ക് അതേ അളവ് അതേപോലെ തന്നെ ബാക്കിയൊക്കെ നമുക്ക് കറക്റ്റാണ്. ആ ഒരു 1.5 ഇഞ്ച് മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ഭാഗത്തേക്ക് എക്സ്ട്രാ വേണ്ടത്. അത് നമുക്ക് ബട്ടൺസും ഹോളൊക്കെ വെച്ച് കൊടുക്കാനുള്ള ഭാഗമാണ് കേട്ടോ. അത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിച്ച് ഭാഗമൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ബാക്ക് പീസും
യോക്ക് ഭാഗത്തിനുള്ള ബാക്ക് പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്കുള്ള പീസാണ് കട്ട് ചെയ്യേണ്ടത്. താഴേക്ക് ഇങ്ങനെ ലൈൻ ഇങ്ങനെ കുത്തനെ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇപ്പോൾ നമ്മുടെ യോക്ക് പാട്ടിൻ്റെ വെച്ചിരിക്കുന്നത് താഴെ ക്ലോത്ത് ബാക്ക് പീസാണ് ആദ്യം വെച്ചത്, മുകളിൽ ഫ്രണ്ട് പീസാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ താഴേക്കുള്ള പീസിൽ നമ്മൾ താഴെ ഇവിടെ ഇപ്പോൾ ബാക്ക് പീസ് ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്രണ്ട് പീസിന് കട്ട് ചെയ്യാനുള്ള ക്ലോത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് പീസിന് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് ഈ ക്ലോത്തിൻ്റെ ഒരു ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കിതാ ഈ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഇതുപോലെ അങ്ങോട്ടാണ് നമ്മുടെ ബാക്ക് പീസിൻ്റെ ഓപ്പൺ ക്ലോത്തിൽ ഓപ്പൺ ഈ സൈഡിലേക്കും ഫ്രണ്ട് പീസിൽ ആ ഒരു ഭാഗത്തേക്കുമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന ഈ ഒരു വരച്ചെടുക്കുന്ന ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ മുകളിൽ 1.5 ഇഞ്ചല്ലേ എന്താ പറയുക യോക്ക് ഭാഗത്ത് നമ്മൾ ഈ ഒരു ബട്ടൺസ് വെക്കാൻ 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ വരച്ചെടുത്തില്ല. അതേപോലെ തന്നെ താഴ്ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിൽ മാത്രം, ബാക്ക് പീസിൽ വേണ്ട, ഫ്രണ്ട് പീസിൽ മാത്രം നമ്മൾ 1.5 ഇഞ്ച് വീതിയിൽ സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഈ സൈഡാണ് നമ്മൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. ആ ഒരു ഭാഗം ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കാം. നമ്മൾ യോക്ക് ഭാഗത്ത് മടക്കി വെച്ചതുപോലെ തന്നെ താഴേക്കുള്ള ആ ഒരു ക്ലോത്തും ഇതുപോലെ മടക്കി വെച്ചിട്ട് വേണം നമുക്ക് അളവുകൾ കൊടുക്കാൻ. എന്നിട്ട് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടോ ബാക്കി ഇങ്ങനെ ക്ലോത്ത് കുറച്ച് കുറവായിട്ട് വരുന്നത് കണ്ടോ, അത് നമ്മൾ ഉള്ളിലേക്ക് കണ്ടോ ഇങ്ങോട്ട് വരുന്നത് ബാക്കി വരുന്നത് കണ്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതുപോലെ മടക്കി വെക്കണം. വെച്ചിട്ട് വേണം നമുക്ക് മെഷർമെൻറ്റ് ഒക്കെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് ഈ ഒരു അളവ് തന്നെ കൊടുക്കുകയാണ്. നമ്മുടെ യോക്ക് ഭാഗത്തിൻ്റെ അതേ സെയിം അളവിന് അവിടെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ ഹിപ്പിൻ്റെ ലെങ്ത്ത്, ഇതാണ് ഹിപ്പിൻ്റെ ലെങ്ത്താണ് ഇത്. പക്ഷേ നമ്മൾ ഈ ഒരു മുകളിലുള്ള ഈ ഒരു കോട്ടിൽ ഷ്രഗ് പോരുന്ന ഈ ഒരു ഡ്രസ്സിൽ നമ്മൾ ഓപ്പൺ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേസ്റ്റിന് ലെങ്ത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമ്മൾ വേസ്റ്റ് റൗണ്ട് 4 ഭാഗമാക്കിയിട്ട് ആ ഒരു അളവും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഹിപ്പിൻ്റെ ലെങ്ത്താണ്. ഇനി നമുക്ക് ഓപ്പൺ വേണ്ടത് 24 ഇഞ്ചാണ്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നമ്മൾ ഓപ്പണിൻ്റെ അളവ് കൊടുക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ 1.5 ഇഞ്ചാണ് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അളവൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഭാഗമൊക്കെ നമുക്കൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു ഓപ്പണിൽ വരുന്ന അളവ് തന്നെയാണ് നമ്മൾ താഴ്ഭാഗത്തേക്ക് കറക്റ്റ് അളവ് തന്നെയാണ് നമ്മൾ താഴ്ഭാഗത്തും ഇവിടെയും കൊടുക്കുന്നത് കേട്ടോ. അതേ സെയിം അളവ് തന്നെയാണ് കൊടുക്കുന്നത്. കറക്റ്റ് നേരെയായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് ആ വരച്ചു കൊടുത്ത ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. ഇതോടെയാണ് നമ്മൾ ഓപ്പണിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇവിടേക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓപ്പണിൻ്റെ ഭാഗം ഇവിടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് 4 പീസും ഒന്ന് കൂട്ടി ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഓപ്പണിൻ്റെ അളവ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് രണ്ടും താഴ്ഭാഗത്തേക്കുള്ള ആ ഫ്രണ്ട് പീസ് നമ്മൾ മാറ്റുന്നുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസും വേറെ ഇത് ബാക്ക് പീസാണ്, മറ്റേത് ഫ്രണ്ട് പീസാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ബാക്ക് പീസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസ് ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ 2 സൈഡും ഓപ്പൺ ആയിരിക്കും കേട്ടോ. ഫോൾഡായി കിടക്കുന്ന ഭാഗം ഉണ്ടാവില്ല, ഇവിടെയൊക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ആദ്യം നമ്മളൊന്ന് ഇതുപോലൊന്ന് വെച്ച് നോക്കാം. ഇതിപ്പോൾ താഴേക്കുള്ള പീസാണ്. അത് ഇതുപോലൊന്ന് കറക്റ്റ് എങ്ങനെയാണോ വരിക, നമ്മുടെ ടോപ്പ് എങ്ങനെയാണോ വരിക ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ആദ്യം പിടിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് മുകളിൽ നമ്മൾ കട്ട് ചെയ്തില്ലേ ആ ഒരു പീസും അതുപോലെ വെച്ച് കൊടുക്കാം. നമുക്ക് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് കൈക്കൂടെ ഭാഗം എങ്ങനെയാണോ നോക്കിയിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗം ഇതുപോലെ കൈക്കൂ വരുന്നത് ഇങ്ങോട്ടാണല്ലോ, അത് ആ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. ഈ സൈഡിൽ ഇങ്ങോട്ടും വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് 2 യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലൊന്ന് നമ്മൾ നല്ല ഭാഗം വരുന്ന ക്ലോത്ത് 2 ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇതുപോലെ മറിച്ച് വേണമെങ്കിൽ മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്തും കൂടി ഒന്ന് തയ്ച്ചെടുത്താൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ആ ഒരു രീതിയിൽ നമുക്ക് ഈ 2 പീസും തയ്ച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പൊക്കെ അതിലുണ്ട് കേട്ടോ, അതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം.
അപ്പോൾ നമ്മൾ ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് ആ ഒരു മടക്ക് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മടക്കിൽ നമുക്കൊന്ന് ഉള്ളിലേക്ക്, അതായത് ചീത്ത ഭാഗത്തേക്ക് അടിച്ച് ചെയ്താൽ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഏകദേശം 1 ഇഞ്ച് വീതിയിൽ വരുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. കാരണം 1/2 ഇഞ്ച് നമുക്ക് ആദ്യം 1/2 ഇഞ്ച് വീതിയിൽ ആദ്യം ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് എന്നിട്ട് ഒന്നും കൂടി മടക്കിയിട്ട് ഈ ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് വേണം നമുക്ക് മടക്കി എടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു ഇത്തിരി മടക്കിയിട്ട് പിന്നെ ആ ഒരു ലൈനിന് കറക്റ്റാക്കി മടക്കി താഴ്ഭാഗം വരെ, മുകളിൽ നിന്ന് താഴ്ഭാഗം വരെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. നമുക്ക് ബട്ടൺസും ഓളൊക്കെ വെച്ചെടുക്കാനുള്ള ഭാഗമാണത്. അത് ആ ഒരു രീതിയിൽ നമ്മൾ എക്സ്ട്രാ ഇട്ടിരുന്ന ആ ഒരു ക്ലോത്ത് 1.5 ഇഞ്ച് വീതിയിൽ വിട്ടിരുന്ന ആ ക്ലോത്ത് നമ്മൾ ഉള്ളിലേക്കായിട്ട് ചീത്ത ഭാഗത്തേക്ക് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വേണം നമ്മൾ ക്ലോത്ത് പിടിക്കാനായിട്ട്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. നമുക്ക് ഈ ഒരു ഭാഗം, അതായത് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ നെക്ക് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് കോളർ വെച്ച് കൊടുക്കാനുള്ളത് കൊണ്ട് 3 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത്, ഷോൾഡറിൻ്റെ ഭാഗത്ത് വിടുത്ത് എടുക്കുന്നത്. ലെങ്ത്ത് 3.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. കോളർ വെക്കുന്നത് കൊണ്ട് നമുക്ക് അത്ര മതി. എന്നിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ നെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇതുപോലെ ആയിരിക്കും നമ്മുടെ നെക്ക് കിട്ടുക. ഇനി നമുക്ക് ബാക്ക് പീസ് സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസിൻ്റെ താഴേക്കുള്ള ഭാഗം നമ്മൾ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി മുകളിലേക്കുള്ള പീസ് ഇതുപോലെയാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ അതും നമുക്കൊന്ന് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുത്തിട്ട് നമുക്ക് മറിച്ച് മുകളിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ആ രീതിയിൽ ഞാനൊന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് പീസിൻ്റെയും നെക്ക് കട്ട് ചെയ്തെടുക്കണം. എന്താ വെച്ചാൽ നമുക്ക് കോളർ വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനില്ല, കോളർ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് നെക്ക് നമുക്ക് 1 ഇഞ്ച് ലെങ്ത്ത് മതി. ഇവിടുത്തെ പിന്നെ സെയിം 3 ഇഞ്ച് തന്നെ എടുക്കുന്നത്. എന്നിട്ട് ആ 1 ഇഞ്ച് ലെങ്ത്തിലേക്ക് ഇതുപോലെ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ വരച്ചിട്ട് ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഷോൾഡർ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച ശേഷം നമുക്ക് കോളർ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ബാക്ക് പീസ് ഞാനിങ്ങനെ ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുന്നുണ്ട്. വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസ് 2 പീസായിട്ടായിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ നല്ല ബാക്ക് പീസിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ കൈക്കൂടെ ഭാഗം ഒരുമിച്ച് വരുന്ന രീതി നോക്കി വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് വെച്ച് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ചിട്ട് നമുക്ക് ഷോൾഡർ തമ്മിലൊന്ന് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ഇങ്ങോട്ട് മറിച്ചിട്ട് മുകളിലൂടെ ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് തയ്ച്ച് കൊടുക്കണം കേട്ടോ. നല്ല ആ ഒരു വൃത്തിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഒരു എന്താ പറയുക ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 1.5 ഇഞ്ച് വീതിയിൽ ഞാൻ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ 2ആക്കി മടക്കിയിട്ട് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ നല്ല ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് 2 സൈഡിൽ നമ്മൾ സ്ലീവ് അടിപൊളിയാക്കി നമുക്ക് തയ്ച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്രോസ് പീസൊക്കെ നമുക്ക് സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. നല്ല വൃത്തിയായിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കിട്ടും. അപ്പോൾ നമ്മൾ ഈ ക്ലോത്തിൻ്റെ കുറവ് കൊണ്ടാണ് കേട്ടോ. നമ്മൾ മുകളിൽ വരുന്ന ഈ കോട്ടിന് നമുക്ക് സ്ലീവ് വരെയായിരിക്കും ഒന്നും കൂടി ഒരു ഭംഗി. അപ്പോൾ നമ്മൾ ടോപ്പും പാൻറ്റും തയ്ക്കാൻ വാങ്ങിയതുകൊണ്ട് ക്ലോത്ത് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇനി നമുക്കിത് തമ്മിൽ എന്താ ചെയ്യാം, ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കാം. നമ്മുടെ ബോഡിയുടെ ഭാഗമൊക്കെ സൈഡൊക്കെ ഒന്ന് ഈ ഒരു കൈക്കുഴിയൊക്കെ നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് റെഡി ആയിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇവിടെയാണ് നമ്മൾ
ഇവിടെ വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം വരെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് താഴേക്ക് ഓപ്പണ് വെച്ച് കൊടുക്കണം. ഇതുപോലെ അവിടെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് മറിച്ച് ഇതുപോലെ ഇവിടെ തയ്ച്ചതിന് ശേഷം നമ്മൾ ഓപ്പണിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലേക്ക് ഇതുപോലെ മറിച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ രണ്ടാക്കി മടക്കി ഇങ്ങനെ നമ്മൾ ചുരിദാറിനൊക്കെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ താഴെ ഇവിടെ ഓപ്പണൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ബോഡി നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഓപ്പൺ വരെ ആദ്യം ഒന്ന് 1 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് താഴേക്ക് ഓപ്പൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കോളർ കൂടി വെച്ചെടുത്താൽ ഈ ഒരു കോട്ടിൻ്റെയും സ്റ്റിച്ചിങ് തീരും കേട്ടോ. അപ്പോൾ താഴ്ഭാഗം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളറും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ ഓപ്പണിൻ്റെ ഭാഗം തയ്ച്ചെടുത്തപ്പോൾ താഴ്ഭാഗം കൂടി ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചിട്ടുള്ള വീഡിയോയിൽ കാണിക്കുന്നില്ല, അതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി നമുക്ക് കോളറും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് നമ്മുടെ ഈ ഒരു ടോപ്പ് ഈ ഒരു ഭാഗം ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് സെൻറ്റർ ഭാഗം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഒന്ന് മടക്കണം. ഇതുപോലെ പിടിച്ചിട്ട് ഈ ഒരു രീതിയിൽ വെക്കണം നമ്മുടെ ടോപ്പിൻ്റെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം. അപ്പോൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഭാഗമല്ലേ, ഇത് രണ്ടും ഒരുമിച്ച് വരണം. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ കൂട്ടിയ ആ ഒരു ഭാഗം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. വെച്ച് കൊടുത്തിട്ട് നമ്മളിതാ ടാപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് അളന്നെടുക്കണം. ഈ ഒരു രീതിയിൽ അളന്നെടുത്ത് നമുക്ക് 9.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടാണ്, ക്ലോത്ത് രണ്ടാക്കി മടക്കിയിട്ടാണ് നമ്മൾ 9.5 ഇഞ്ച് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ക്യാൻവാസും രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് ലെങ്ത്ത് 9.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കോളറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പോൾ ഞാൻ 2 അളവെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ഇഞ്ചും പിന്നെ ഇങ്ങോട്ട് 4 ഇഞ്ചും ഈ ഒരു രീതിയിലാണ് അങ്ങനെ വരച്ച് കൊടുക്കുന്നത്, അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 1.5 ഇഞ്ചും 4 ഇഞ്ചും. ഇനി നമ്മൾ ഈ വരച്ച ഭാഗമൊക്കെ നമുക്കൊന്ന് യോജിപ്പിച്ച് വരച്ച് കൊടുക്കുക. ഒന്നര ഇഞ്ച് ഉള്ളത് വരച്ചു കൊടുത്തിട്ടുണ്ട്, 4 ഇഞ്ച് വരുന്നത്. ഈ ഒരു രീതിയിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതാണ് നമുക്ക് താഴേക്ക് നമ്മുടെ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം കേട്ടോ. ആ ഒരു ഭാഗത്ത് ഈ ഒരു ലൈനിൽ 1.5 ഇഞ്ച് മുകളിലായിട്ട് നമ്മൾ വരച്ച ലൈനിൻ്റെ ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ടൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ആ അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടൊന്ന് ഇതുപോലൊന്ന് നേരെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടേക്ക് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെയും വരച്ചു കൊടുക്കുന്നുണ്ട്. കോളർ വെച്ച് കൊടുക്കാനാണ് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കോളർ കട്ട് ചെയ്യുന്നത്. ഈ ഭാഗത്ത് അതായത് ഫോൾഡായി കിടക്കുന്നില്ലേ, ആ ഒരു ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് താഴേക്കായിട്ടൊന്ന് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ചരിച്ചും കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഷേപ്പാക്കി ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മോഡലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വരച്ച അതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ക്ലോത്തിൽ നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, നമ്മളെ ടോപ്പിൻ്റെ ക്ലോത്തിൽ അയൺ ചെയ്തെടുക്കാം. അപ്പോൾ 2 ക്ലോത്തിലായിട്ടാണ് ഞാൻ അയൺ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് വേണം അയൺ ചെയ്യാൻ. അപ്പോൾ ആദ്യം ഈ ഒരു ക്ലോത്ത് ഇതുപോലെ വെച്ച് നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെച്ചിട്ട് അതിന് മുകളിൽ നല്ല ഭാഗം വരുന്ന രീതിയിൽ ഒരു ക്ലോത്തും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ വേണം നമുക്ക് ഈ ഒരു ക്യാൻവാസ് വെച്ച് കൊടുത്ത് അയൺ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ നമ്മൾ വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗമാണ് ഇതാണ് നമ്മൾ ക്ലോത്തിൽ നമുക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ആ ഒരു ഭാഗം അല്ലാത്ത ബാക്കി ഈ ഭാഗം മുഴുവൻ നമുക്കൊന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതുവരെ ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സൈഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടുത്ത് കൂടി ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം. ചുറ്റുഭാഗവും നമുക്കൊരു 1/4 ഇഞ്ച് മാത്രം മതി തയ്യൽ തുമ്പ്. ആ ഒരു രീതിയിൽ ഈ താഴ്ഭാഗത്തും ഒക്കെ ചുറ്റുഭാഗവും നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം.
ഇനി നമുക്കത് ഇതുപോലെ കിട്ടും. ഇനി കണ്ടോ ഉള്ളിൽ രണ്ട് നല്ല ക്ലോത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചെടുക്കണം. മറിക്കുമ്പോൾ എളുപ്പത്തിൽ മറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇവിടേക്ക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് മറിച്ച് എടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ മറിച്ചെടുക്കാം. അതുപോലെ ഈ ഒരു സൈഡ് ഉള്ളിലേക്ക് നല്ല സ്റ്റിച്ചിൽ തട്ട് ചെയ്യരുത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് തട്ട് ചെയ്യരുത്. അത്ര എന്നാൽ ഉള്ളിലേക്ക് അതിനത്ര ആ ഒരു ഉള്ളിലേക്കായിട്ട് കട്ട് ചെയ്യും വേണം. ആ ഒരു രീതിയിൽ ഇങ്ങനെ രണ്ട് സൈഡ് ഈ ഒരു ഭാഗമൊക്കെ നല്ല ഉള്ളിലേക്കായിട്ട് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു മൂലയുണ്ടല്ലോ ഇവിടെയും ഒന്ന് ഈ വരുന്ന ക്ലോത്തൊക്കെ കഴിയുന്നിടത്തോളം നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്കിത് ഉള്ളിലേക്ക് മറിച്ചെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ മറിച്ച് എടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ മറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താ വെച്ചാൽ ക്യാൻവാസ് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് ക്യാൻവാസിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അയൺ ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താലും മതി. ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കറക്റ്റാക്കി പിടിക്കുമ്പോൾ കണ്ടോ ഒരു ഇത്തിരി 1/4 ഇഞ്ച് ഇങ്ങനെ എക്സ്ട്രാ ഇപ്പുറ ഭാഗത്തെ ക്ലോത്തിൽ വരും. ഈ ഒരു ക്ലോത്താണ് നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ക്ലോത്തിൽ വെച്ച് തയ്ച്ചെടുക്കാനായിട്ടുള്ളത്. ഇനി ഇതുപോലെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് നടുഭാഗമാക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ ടോപ്പിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഭാഗത്തിന് സെൻറ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ നമ്മുടെ ക്ലോത്തിൻ്റെ ചീത്ത ഭാഗത്ത് ഈ രീതിയിലാണ് നമുക്ക് കോളർ വെച്ചെടുക്കാനുള്ള നെക്ക് ഭാഗം വെക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഈ ഒരു കട്ട് ചെയ്ത സെൻറ്റർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് തുമ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സൈഡിലേക്കും ഈ ഒരു സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നല്ലൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. ആ ഒരു രീതിയിൽ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ രണ്ട് സൈഡിലേക്കും കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അളവെടുക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് അത് കറക്റ്റാക്കി എടുത്താൽ നമുക്ക് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഈ ക്യാൻവാസ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മുടെ ടോപ്പിൻ്റെ നല്ല സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് നല്ല ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ തയ്യൽ തുമ്പായിട്ടൊക്കെ വരുന്ന ഭാഗം നമ്മുടെ ഈ കോളറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ തുമ്പിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കാം. സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറ സൈഡും അതുപോലെ തന്നെ ഉണ്ടാവും. കണ്ടോ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് തയ്യൽ തുമ്പൊക്കെ ഇങ്ങനെ കാണും. അതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. വെച്ചിട്ട് കറക്റ്റായി പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോളർ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഒന്ന് മടക്കിയിട്ട് ആ ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമ്മളില്ല ആ ഒരു ഭാഗം ഇതുപോലെ മടക്കി ഒന്ന് നല്ല അമർത്തി ഒരു അയൺ ചെയ്തെടുത്താൽ കോളർ നമ്മൾ ഈ ബോയ്സിൻ്റെയൊക്കെ ഷർട്ടിൻ്റെ കോളർ പോലെ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് നിൽക്കും കേട്ടോ. ഈ രീതിയിൽ നമുക്ക് നിൽക്കും. നമ്മൾ ടോപ്പ് എങ്ങനെയാണ് നമുക്ക് ഈ ശ്രഗ് എങ്ങനെയാണ് നോക്കാം. ഇതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയിട്ട് മുകളിലെ യോക്കിൻ്റെ ഭാഗം നമുക്കിങ്ങനെ വീതിയിൽ ലൈനും താഴേക്ക് ഇങ്ങനെ കുത്തൻ്റെ ലൈനും വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. കോളറും കൂടി വെച്ച് കൊടുത്തപ്പോൾ ഒന്നുകൂടി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ രണ്ട് സൈഡ് നമുക്ക് ഹോളും ബട്ടൺസും വെച്ച് കൊടുക്കാം. ഇനി അതല്ല ബട്ടൺസ് ഇടാനുണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഷോ ബട്ടനൊക്കെ ആയിട്ട് എന്തെങ്കിലും തുന്നി കൊടുത്താലും മതി. അപ്പം ബട്ടൺസ് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ആ ഒരു ഫ്ലവേഴ്സ് വരുന്ന ആ ഒരു ടോപ്പ് നമുക്കിടാം. അപ്പോൾ ഇതിൽ സ്ലീവ് നമ്മളിപ്പോൾ ക്ലോത്ത് വാങ്ങി തയ്ക്കുന്നവരാണെങ്കിൽ നമ്മൾ മുകളിൽ സ്ട്രഗ് വരുന്ന ആ ഒരു ക്ലോത്തിൽ വേണം സ്ലീവ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഏതായാലും നമുക്കിത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ഫ്ലവർ ടോപ്പിൽ ആദ്യം ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മോളുടെ അളവിലല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ലൂസായി കിടക്കുന്നത്. ബാക്കിലേക്ക് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതാ ഈ ഒരു സ്ട്രഗും ഇട്ട് കൊടുക്കാം.
ഈ രീതിയിൽ നല്ല ഭംഗിയായിട്ട് കണ്ടോ, നല്ല അതിൻ്റെ ഒരു ക്ലോത്തിൻ്റെ ഒരു ഭംഗി തന്നെ നമുക്ക് കൂടി. നമ്മൾ സാധാരണ ഒരു ടോപ്പും പാൻറ്റും തയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത്ര ഭംഗി എന്തായാലും ഉണ്ടാവില്ല. ഇതിപ്പോൾ നമുക്ക് എവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ചെത്തി സ്റ്റൈലാക്കി നടക്കാനൊക്കെ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ബട്ടൺസ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന രീതിയിൽ മുകളിൽ നമ്മൾ ബട്ടൺസ് വെച്ച് കൊടുക്കണമെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും വരിക. ആണോ, മുകളിൽ നമ്മളിങ്ങനെ വെച്ച് താഴെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. നല്ല അടിപൊളിയായിട്ട് സ്റ്റൈലായിട്ടുള്ളൊരു ടോപ്പായി നമുക്ക് കിട്ടി. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.